Hi all, CS 306 Computer Networks Module number 6 അതിലെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ട്രാൻസ്പോർട്ട് ലെയറിലുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് UDP യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ. ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ട്രാൻസ്പോർട്ട് ലെയറിൽ യൂസ് ചെയ്യുന്ന രണ്ട് പ്രോട്ടോക്കോളായിരുന്നു ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നത്. ഫസ്റ്റ് TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. ആ TCPയുടെ ഹെഡർ ഫോർമാറ്റ് എന്താണ്, TCPൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, 3-way ഹാൻഡ് ഷേക്കിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, TCPയിൽ യൂസ് ചെയ്യുന്ന ടൈമേഴ്സ്, TCPയുടെ സ്യൂഡോ ഹെഡർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള UDP യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോളാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോ UDP മീൻസ് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ. ഇത് TCP പോലെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോളാണ് UDP. ഈ UDP എന്നുള്ളത് കണക്ഷൻ ലെസ് ആയിട്ടുള്ള സർവീസാണ്. കണക്ഷൻ ലെസ് ആയതുകൊണ്ട് തന്നെ ഇത് അൺറിലയബിൾ ആയിട്ടുള്ള സർവീസാണ്. അൺറിലയബിൾ മീൻസ് ഇവിടെ UDP യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു മെസ്സേജ് ഡെസ്റ്റിനേഷനിൽ റീച്ച് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. UDP വഴി അയക്കുമ്പോൾ ബെസ്റ്റ് എഫേർട്ട് എടുക്കും ഡെസ്റ്റിനേഷനിലോട്ട് ഡാറ്റ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ബട്ട് ഒരിക്കലും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അതാണ് അൺറിലയബിൾ കണക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ UDP നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ ലേറ്റൻസി ആൻഡ് ലോസ് ടോളറേറ്റിംഗ് കണക്ഷൻസിൻ്റെ കേസിലാണ് UDP യൂസ് ചെയ്യുക. എന്തുകൊണ്ടാണ് ലോ ലേറ്റൻസി അല്ലെ ലോസ് ടോളറേറ്റിംഗ് എന്ന് പറയുന്നത്? കാരണം കണക്ഷൻ ലെസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡെസ്റ്റിനേഷൻ്റെ അകത്ത് ഡാറ്റ ഡെലിവർ ആവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഈവൻ ഡെലിവർ ആവുന്നുണ്ടെങ്കിൽ തന്നെ TCPയിലുള്ളതുപോലെ കറക്റ്റ് ഓർഡറിലായിരിക്കില്ല ഡെലിവർ ആവുന്നുണ്ടാവുക. സോ അതുകൊണ്ടാണ് UDP പൊതുവെ ലോ ലേറ്റൻസി ആൻഡ് ലോസ് ടോളറേറ്റിംഗ് കണക്ഷൻസിൻ്റെ അകത്താണ് പൊതുവെ യൂസ് ചെയ്യാറ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് UDPയുടെ ഹെഡർ ഫോർമാറ്റ് നോക്കാം. UDPയുടെ ഹെഡർ ഫോർമാറ്റ് സിമ്പിളാണ്. ഇത് 32-bit ഫോർമാറ്റാണ് UDP ഹെഡർ ഉള്ളത്. അതിൻ്റെ അകത്ത് 4 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് സോഴ്സ് പോർട്ട്, സെക്കൻഡ് ഡെസ്റ്റിനേഷൻ പോർട്ട്, തേർഡ് UDP ലെങ്ത് ആൻഡ് ഫോർത്ത് UDP ചെക്സം. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോഴ്സ് പോർട്ട് യൂസ് ചെയ്യുന്നത് ഡെസ്റ്റിനേഷൻ മെഷീൻ്റെ അകത്തുള്ള ഏത് പ്രോസസ്സാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെസ്റ്റിനേഷൻ പോർട്ട് യൂസ് ചെയ്യുക. നമ്മൾ TCPയിൽ പഠിച്ചതുപോലെ തന്നെ TCPൻ്റെ അകത്ത് 20 യൂസ് ചെയ്യുന്ന FTP, 80 ആണെങ്കിൽ HTTP, അതേപോലെയുള്ള UDPയിലെ ഡെസ്റ്റിനേഷൻ പ്രോസസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് UDP ഡെസ്റ്റിനേഷൻ പോർട്ട്. നെക്സ്റ്റ് UDP സോഴ്സ് പോർട്ട്. ഇത് സോഴ്സ് പ്രോസസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ UDP സോഴ്സ് പോർട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ഓപ്ഷണൽ ഫീൽഡാണ്. ദെൻ മെസ്സേജ് ലെങ്ത്. ഇറ്റ് മീൻസ് ദ ലെങ്ത് ഓഫ് ഡാറ്റാഗ്രാം ഇൻ ബൈറ്റ്സ് ഇൻക്ലൂഡിങ് ഹെഡർ ആൻഡ് ഡാറ്റ. ഹെഡറും ഡാറ്റയും ഉൾപ്പെടെ UDPയുടെ ടോട്ടൽ ലെങ്ത്, ഡാറ്റാഗ്രാമിൻ്റെ അല്ലെങ്കിൽ ആ പാക്കറ്റിൻ്റെ ലെങ്ത് എത്രയാണ് എന്നുള്ളതാണ് മെസ്സേജ് ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ചെക്സം എന്നുള്ളത് നമുക്കറിയാം, ഇറർ കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ചെക്സം. ഇതൊരു 16-bit ഫീൽഡാണ്. ഇത്രയാണ് UDPയുടെ ഹെഡർ ഫോർമാറ്റ്. ടോട്ടൽ 32 bits. നെക്സ്റ്റ് നമുക്ക് UDPയുടെ പ്രോപ്പർട്ടീസ് നോക്കാം. UDP ഓൾറെഡി പറഞ്ഞു, ഒരു അൺറിലയബിൾ ആയിട്ടുള്ള കണക്ഷൻലെസ് ഡാറ്റാഗ്രാം സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ പാക്കറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ലോസ് ആവാം, അല്ലെങ്കിൽ ഡെലിവർ ആവുന്നുണ്ടെങ്കിൽ തന്നെ കറക്റ്റ് ഓർഡറിൽ വരണമെന്നില്ല. കാരണം TCP ആണെങ്കിൽ കണക്ഷൻ ഓറിയൻറ്റഡ് ആയിരുന്നു. സോ അത് റിലയബിൾ ആണെന്ന് മാത്രമല്ല, സെൻഡ് ചെയ്യുന്ന അതേ ഓർഡറിൽ തന്നെ റിസീവറിൽ ഡാറ്റ എത്തുമായിരുന്നു. പക്ഷേ UDP കണക്ഷൻ ലെസ് ആണ്, അൺറിലയബിൾ ആണ്. സോ പാക്കറ്റ് ലോസ് ആവാം, ഈവൻ അത് ഡെലിവർ ആവുന്നുണ്ടെങ്കിൽ തന്നെ കറക്റ്റ് ഓർഡറിൽ ഡെലിവർ ആവണമെന്നില്ല. ഓക്കെ, ദെൻ മെസ്സേജസ് സ്പ്ലിറ്റ് ഇൻ ടു ഡാറ്റാഗ്രാം. യൂസർ സെൻഡ് ഡാറ്റാഗ്രാം ആസ് എ പാക്കറ്റ് ഓൺ നെറ്റ്വർക്ക് ലെയർ. ദെൻ UDP അൺറിലയബിൾ ആണെന്ന് പറഞ്ഞു. അൺറിലയബിൾ ആണെങ്കിൽ പോലും ഇത് ഫാസ്റ്റായിട്ട് ഡാറ്റേനെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഇത് ഫുൾ ഡ്യൂപ്ലക്സ് ആണ്. TCPയിലുള്ളതുപോലെ തന്നെ UDP ഫുൾ ഡ്യൂപ്ലക്സ് ആണ്. 2-way കമ്മ്യൂണിക്കേഷൻ സൈമിൾട്ടേനിയസ് ആയിട്ട് നടത്താൻ UDP യൂസ് ചെയ്തിട്ട് പറ്റും. ദെൻ ആപ്ലിക്കേഷൻ മസ്റ്റ് ഡീൽ വിത്ത് ലോസ് പാക്കറ്റ്. ഇവിടെ പാക്കറ്റ് ലോസ് ചെയ്യാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ പറ്റണം. മീൻസ് ഓൾറെഡി ലോസ് ആയി എന്ന് മനസ്സിലായാൽ അതിനെ വീണ്ടും സെൻഡ് ചെയ്യുക, ആ ലോസ് ചെയ്തതിനെ വീണ്ടും റീഗെയിൻ ചെയ്യുക, അങ്ങനെയുള്ള എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ ഡീൽ ചെയ്യേണ്ടി വരും. ഇത്രയുമാണ് UDPയുടെ പ്രോപ്പർട്ടീസ്. ദെൻ എപ്പോഴൊക്കെയാണ് നമ്മൾ UDP യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്. ഒന്ന്, റിഡ്യൂസ് ദ റിക്വയർമെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ റിസോഴ്സസ്. നമ്മൾ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് ആണെങ്കിൽ ആദ്യം തന്നെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അതിന്
ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാൻഡ് വിടുത്ത് റിസോഴ്സസ് മാറ്റി വെക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. ആ സിറ്റുവേഷൻസിൻ്റെ അകത്ത് നമ്മൾ UDP സർവീസാണ് യൂസ് ചെയ്യുക. ദെൻ ദ ചെക്കിംഗ് സ്കീം ഹാസ് പ്രൊവൈഡഡ് കംപ്ലീറ്റ്ലി ബൈ ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. കംപ്ലീറ്റ്ലി ഇതിൻ്റെ ലോസായ പാക്കറ്റിനെ റീഗെയിൻ ചെയ്യുക, അതിനെ വീണ്ടും എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം അല്ലെ റിസീവർ ഹാൻഡിൽ ചെയ്യുന്ന സിറ്റുവേഷൻ്റെ അകത്തൊക്കെ നമ്മൾ UDP ഡാറ്റാഗ്രാം ഡെലിവറിയാണ് യൂസ് ചെയ്യുക. ദെൻ മൾട്ടികാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ് പോലെയുള്ള ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ അകത്ത് നമ്മൾ UDP ആണ് യൂസ് ചെയ്യുക. ഓൾസോ റിയൽ ടൈം പാക്കറ്റ്സിനെയും നമ്മൾ സെൻഡ് ചെയ്യുന്നത് UDP യൂസ് ചെയ്തിട്ടാണ്. സോ ഇത്രയും സിറ്റുവേഷൻസിലൊക്കെയാണ് പൊതുവെ നമ്മൾ UDP യൂസ് ചെയ്യുന്നത്. ദെൻ UDP യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഒന്ന് ട്രിവിയൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ TFTP, സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾ SNMP, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ DHCP, ഡൊമെയിൻ നെയിം സിസ്റ്റം DNS, റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ RIP. നമ്മൾ ഓൾറെഡി RIP തേർഡ് മൊഡ്യൂളിൽ റൂട്ടിങ്ങിൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ട്. ആ RIP ഒക്കെ ഈ UDP മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത്. ദെൻ റിയൽ ടൈം ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ, ഈ സിറ്റുവേഷൻസിനകത്തൊക്കെ നമ്മൾ UDP ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് UDP എന്നുള്ള കൺസെപ്റ്റ്. എന്താണ് UDP? യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. അൺറിലയബിൾ ആയിട്ടുള്ള കണക്ഷൻലെസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് UDP. അതുകൊണ്ട് തന്നെ ലോ ലേറ്റൻസി ആൻഡ് ലോ ടോളറേറ്റിംഗ് കണക്ഷൻസിൻ്റെ അകത്താണ് ഇത് പൊതുവെ യൂസ് ചെയ്യുന്നത്. ദെൻ UDPയുടെ ഹെഡർ ഫോർമാറ്റ് 4 പാർട്ട്: സോഴ്സ് പോർട്ട്, ഡെസ്റ്റിനേഷൻ പോർട്ട്, UDP ലെങ്ത് ആൻഡ് UDP ചെക്സം. ദെൻ UDPയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ദെൻ എപ്പോഴൊക്കെയാണ് നമ്മൾ UDP യൂസ് ചെയ്യുന്നത്, ആൻഡ് ഫൈനലി ഏതൊക്കെ പ്രോട്ടോകോൾസാണ് UDP യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. ദെൻ ഫൈനൽ TCP വേഴ്സസ് UDP. TCPയും UDPയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് തന്നെ TCP കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്, UDP കണക്ഷൻലെസ് ആണ്. TCP കണക്ഷൻ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ അതൊരു കൺഫേംഡ് സർവീസാണ്, അല്ലെങ്കിൽ റിലയബിൾ സർവീസാണ്. സെൻഡ് ചെയ്ത ഡാറ്റ ഡെസ്റ്റിനേഷൻ്റെ അകത്ത് എന്തായാലും എത്തും എന്ന് നമുക്ക് ഉറപ്പിക്കാം. ബട്ട് UDP എന്നത് അൺകൺഫേംഡ് അൺറിലയബിൾ സർവീസാണ്. ഇതിൻ്റെ അകത്ത് തന്നെ വേറൊരു പോയിന്റ് കൂടി നമുക്ക് പറയാം. TCP എന്ന് പറയുന്നത് കണക്ഷൻ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ അയക്കുന്ന അതേ ഓർഡർ തന്നെയായിരിക്കും റിസീവറിൽ എത്തുന്നുണ്ടാവുക. ബട്ട് UDPൻ്റെ അകത്ത് ആ ഒരു ഓർഡറിലായിരിക്കില്ല റിസീവറിൽ എത്തുന്നുണ്ടാവുക. ദെൻ TCPയുടെ അകത്ത് ഹൈ ഓവർ ഹെഡാണുള്ളത്, UDPയുടെ അകത്ത് ലോ ഓവർ ഹെഡാണ്. കാരണം TCPയുടെ ഹെഡർ തന്നെ 20 ബൈറ്റ്സ് ആണ്, UDPയുടേത് 8 ബൈറ്റ്സ് മാത്രമേ ഉള്ളൂ. TCPയിൽ ഫ്ലോ കൺട്രോൾ ഉണ്ട്, UDPൻ്റെ അകത്ത് ഫ്ലോ കൺട്രോൾ ഇല്ല. ഇത്രയുമാണ് TCPയും UDPയും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇത്രയാണ് നമ്മുടെ 6ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയർ ആയിരുന്നു. ആ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറൻറ്റ് പ്രോട്ടോകോൾസ് ഒക്കെ ആയിരുന്നു. അത് TCPയും UDPയുമാണ്. TCPയുടെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഹെഡർ ഫോർമാറ്റ് പഠിക്കണം, 3-way ഹാൻഡ് ഷേക്കിംഗ് യൂസ് ചെയ്തിട്ട് ഉള്ള TCPയുടെ ഓപ്പറേഷൻ പഠിക്കണം, സ്യൂഡോ ഹെഡർ പഠിക്കണം. ദെൻ UDPയുടെ ഹെഡർ ഫോർമാറ്റ് എവിടെയൊക്കെയാണ് UDP യൂസ് ചെയ്യുന്നുള്ളത്. ഇത്രയാണ് 6th മൊഡ്യൂളിലുള്ള ഫസ്റ്റ് പാർട്ട്. ഓക്കെ, നെക്സ്റ്റ് 6th മൊഡ്യൂളിലുള്ള സെക്കൻഡ് പാർട്ടായിട്ടുള്ള ആപ്ലിക്കേഷൻ ലെയറും ആ ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസുമാണ്. അത് ഇനിയുള്ള വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.